ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും താങ്കളൊന്ന് ശ്രമിച്ചു നോക്കൂ. ആരെങ്കിലും സഹായത്തിന് വേണ്ടതുണ്ട്? ആരും വേണ്ട. എനിക്ക് ഈ ജോലിയിൽ ഏകാഗ്രത കിട്ടണമെങ്കിലേ തനിച്ച് നിന്നാലേ പറ്റൂ. കുറച്ചു നേരത്തേക്ക് ആരും ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ സന്തോഷം. അത് തികഞ്ഞ ആത്മവിശ്വാസ. ഇനി അച്ഛന്റെ കാര്യം കൂടെ തലയിലെടുത്ത് വെക്കാൻ വയ്യ. ഞാൻ വരുന്നില്ല. മുത്തശ്ശി അതിനു വേണ്ടി എന്നെ വിളിക്കാൻ വേണ്ട. ശരി, എങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ നേരെ ചൊവ്വേ നോക്ക്. നേരെ ചൊവ്വേ നോക്കണമെങ്കിലേ ആദ്യം ഇവിടെ ഒരു ജയഭാരതി ഉണ്ടല്ലോ, വരുണിന്റെ മുത്തശ്ശി. അവരുടെ തല പൊട്ടിത്തെറിക്കണം. കൊച്ചുമോന്റെ കാര്യം വന്നാ അവര് പിന്നെ ഭദ്രകാളിയാ. തുള്ളി ഉറഞ്ഞെങ്കി വന്നോളൂ. എടി, നീ വിചാരിച്ച അവരെയൊക്കെ അടക്കാൻ പറ്റും. ആ കുടുംബമാ നിന്റെ ശക്തി. അവരെ എല്ലാവരെയും കൂടെ നിർത്തിക്കോ. എടുത്തുചാട്ടം കൊണ്ടേ അത് ഇല്ലാതാക്കരുത്. ശരി മുത്തശ്ശി, ഞാൻ നോക്കിക്കോളാം. ആ സ്വാമിജി, എന്താ? ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറും വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ജോലി ചോദിച്ച ഒരാള് വന്നിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുപോയി. ശരി സ്വാമി. സ്വാമിജി, വന്നോളൂ. വരൂ. ജോലിയില് മുൻപരിചയമുണ്ടോ? ഉണ്ട്. എവിടത്തുകാരനാ? ഞാൻ ഈ കരിക്ക അമ്പലത്തിന് കുറച്ച് അടുത്തായിട്ടാ എന്റെ വീട്. ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ അതിവിടെ തന്നെ താമസിച്ച് ഇവിടത്തെ ജോലികൾ ചെയ്യുന്ന ഒരാളെ ആവശ്യം. അതിന് തയ്യാറാണോ? തയ്യാറാണ്. പഠിച്ചത്? ഈശ്വര, സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കല്ലേ. പഠിച്ച സർട്ടിഫിക്കറ്റ് അതൊന്നുമല്ല. ജോലിയിലെ വൈദഗ്ധ്യത്തിന്റെ അളവ്, ജോലി ചെയ്തുള്ള പരിചയം, അതാണ് പ്രധാനം. എന്ത് ജോലി തന്നാലും അത് ഞാൻ ചെയ്തോളാം. ആശ്രമമാണ്. ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഓ, അതൊക്കെ ഉദയചന്ദ്രൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓ ഉദയചന്ദ്ര, പ്രാർത്ഥനാ ഹാളിൽ കുറെ ലൈറ്റുകളൊക്കെ കേടായി കിടക്കുകയല്ലേ? അതൊക്കെ ഇയാളെ ഒന്ന് ഏൽപ്പിക്കും. ഇയാളുടെ കഴിവെന്താണെന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടുമല്ലോ. ഉദയേന്ദ്ര, പ്രാർത്ഥനാ ഹാളിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടുത്തെ കാര്യങ്ങൾ നേരാവണ്ണം നോക്കുക. അത് ശരിയാക്കാൻ തനിക്ക് സാധിച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല. അഥവാ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഐഡന്റിറ്റി കാർഡും ഡീറ്റെയിൽസുകളും എല്ലാം ഓഫീസിൽ കൊടുക്കണം. ചെല്ലു. നിൽക്കൂ. പേര്? വരുൺ. ചെല്ലു. ശരി സ്വാമി. ഇവിടെ ഉണ്ടായിരുന്ന ആള് മോശമൊന്നും അല്ലായിരുന്നു. പിന്നെന്താ അയാൾ പോയത്? ആശ്രമത്തിലെ ചിട്ടവട്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലല്ലോ. താങ്കൾ ചെറുപ്പമാണ്, ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്വാമി. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്.
ലൈറ്റുകളും ഫാനുകളും എല്ലാം കംപ്ലൈന്റ് ആയി കിടക്കുക. 2 3 തവണ അയാൾ ശരിയാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ്. ഇവിടത്തെ മൊത്തം വയറിങ്ങും മാറ്റേണ്ടി വരുമെന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. എന്തായാലും താങ്കളൊന്ന് ശ്രമിച്ചു നോക്കൂ. ആരെങ്കിലും സഹായത്തിന് വേണ്ടതുണ്ട്? ഏയ് ആരും വേണ്ട ആരും വേണ്ട 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 എനിക്ക് ഈ ജോലിയിൽ ഏകാഗ്രത കിട്ടണമെങ്കിലേ തനിച്ച് നിന്നാലേ പറ്റൂ. കുറച്ചു നേരത്തേക്ക് ആരും ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ സന്തോഷം. അത് തികഞ്ഞ ആത്മവിശ്വാസ. എങ്കിൽ പിന്നെ നടക്കട്ടെ. ആ ആത്മവിശ്വാസം ഇതൊക്കെ ഏത് കാലത്ത് കേടായി കിടക്കുന്നതാണാവോ? മുത്തശ്ശി പറഞ്ഞ ധൈര്യത്തിൽ വേഷം കിട്ടിയത് ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. ആ. ഉം. ഉം. ശരി. എന്റെ കൃഷ്ണ, രാധികയും ഞാനും തമ്മിലുള്ള പ്രണയം ഭഗവാന്റെ തീരുമാനങ്ങളിലുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കണം. എന്നെ ഒന്ന് സഹായിക്കണം. ഇതാണോ പ്രാർത്ഥനാ മുറി? ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനാലയം. പക്ഷേ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് പ്രാർത്ഥന നടക്കുന്നത് വേറൊരിടത്താ. അല്ല, ഇത് നല്ല ഇടാണല്ലോ. പിന്നെന്താ പറ്റി? വേറൊന്നും കൊണ്ടല്ല, ഇതിലെ ഇലക്ട്രിക് വർക്കൊക്കെ താറുമാറായി കിടക്കുക. ഓ, അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ആ. ഞാനിനി പൂജാമുറിയും മറ്റും കാണിച്ചു തരാം. വരും.